ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് രാവിലെ തന്നെ കുറച്ച് കറിവേപ്പില പൊട്ടിക്കാനായിട്ട് ഞാൻ മുറ്റത്തേക്ക് വന്നാട്ടോ. അപ്പൊ നിങ്ങളുടെ വീടിന്റെ മുറ്റത്തും ഇതുപോലെ കറിവേപ്പും വേറെ എന്തെങ്കിലും കൃഷി ചെയ്ത പച്ചക്കറിയൊക്കെ നിൽപ്പുണ്ടോ? അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഇതുപോലെ കറിവേപ്പിലയും ഇങ്ങനെ കൃഷി ചെയ്ത പച്ചക്കറികളൊക്കെ പറിച്ചുകൊണ്ട് കറി വെക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും അല്ലേ? എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് രാവിലെ എനിക്ക് പുട്ടും കടലക്കറിയാട്ടോ. അപ്പോൾ കടലക്കറി ഞാൻ ആദ്യം പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ കടല വേവുന്ന നേരം കൊണ്ട് നമുക്ക് പുട്ടും റെഡിയാക്കാമല്ലോ. അപ്പോൾ കടലക്കറിക്ക് വേണ്ടിയിട്ട് ആദ്യം എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ എണ്ണ ഒഴിച്ചു, കടുകിട്ടു, സവാള ഇട്ടു, മസാല ഇട്ടു, പിന്നെ ലാസ്റ്റ് ഇതേ കടലയും ഇട്ടു. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളവും ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ കടല അവിടെ ഇരുന്ന് വേവട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് പുട്ട് റെഡിയാക്കാം. അപ്പോൾ ഇന്ന് എനിക്ക് ചിരട്ടപ്പുട്ടാട്ടോ. ഈ ചിരട്ട ഞങ്ങളുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്താണ്. നമ്മൾ ഈ സാധാ തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് കളയുന്ന ചിരട്ടയില്ലേ, അതിൻ്റെ പുറം ഇതുപോലെ നന്നായിട്ട് മിനുസാക്കി എടുത്തിട്ട് നല്ല കഴുകി വൃത്തിയാക്കി എടുത്താട്ടോ. ഞങ്ങളുടെ അമ്മച്ചിയാട്ടോ എനിക്ക് ഇതുപോലെ ഈ ചിരട്ട റെഡിയാക്കി തന്നെ. അപ്പം നിങ്ങളും ഒന്ന് ഇതുപോലെ ഒരു ചിരട്ട എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയേ, എന്നിട്ട് എങ്ങനെ ഉണ്ടാവും അറിയാലോ. അപ്പം ആദ്യത്തെ ചിരട്ടപ്പുട്ടിൻ്റെ ആവി വന്നു. ഫസ്റ്റ് പുട്ട് റെഡി. ഇന്ന് ഭയങ്കര ചൂടാട്ടോ. അങ്ങനെ എല്ലാ പുട്ടും റെഡിയായി കഴിഞ്ഞു കേട്ടോ. അപ്പം ഇത് എത്രയേ ഉള്ളൂ. ഇനി ഈ പുട്ടും കടലക്കറിയും കൂട്ടി അങ്ങ് കഴിക്കുക. അത് തന്നെ മെയിൻ കാര്യം. അപ്പോൾ ശരി എന്നാ, നിങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടിരിക്കൂ. നാളെ വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിരുന്നതിന് താങ്ക് യു. ബൈ.